ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും പിണക്കത്തിലല്ലായിരിക്കും അല്ലേ? പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീഡിയോ ഒന്നും ഇടയിട്ട് പിണങ്ങി നിൽക്കുന്ന ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, കൂടിയ സീക്രം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്ക് ടു ഗെയിം നമ്മൾ വീണ്ടും വരുന്നതാണ്. റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഇതാ വീട്ടിലാണുള്ളത്. എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വന്ന ഓളെ ഉമ്മാനാടാക്കിയിട്ട് ഒരു 10 ദിവസത്തേക്ക്. എന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകണം 10 ദിവസം കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ്. ഭയങ്കര ശോചനീയമായ അവസ്ഥയിലാണ് ഗൈസ് ഉള്ളത്. നമുക്ക് കോലായിന്ന് തുടങ്ങാം അല്ലേ കാണിക്കല്. മിന്നുവിൻ്റെ ഓളിപ്പോൾ ഇത് കണ്ട് ബോധം കെട്ട് പോകുമല്ലോ. വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും തുടങ്ങാം. താറപ്പായൻ്റെ ഒരു കോലം കണ്ടങ്ങളെല്ലാം പൊട്ടി വീണിരിക്കുകയാണ്. സൈക്കിളൊക്കെ സീനായിട്ടാണുള്ള. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഇവിടെ തന്നെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ തലയിലേറ്റാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വെച്ചതാണത്. താറപ്പായി നല്ലോണം കഴിഞ്ഞ് വീണിക്കിങ്ങനെ. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മുകളിൽ കയറിയിട്ടൊന്ന് നല്ലോണം ഒന്ന് വലിച്ച് കെട്ടണം. ഓൾറെഡി ഇതെല്ലാം കീറാനാവുകയും ചെയ്തിക്ക്. 1-2 വർഷമായി താറപ്പായി. ഇവിടെയൊക്കെ ഫുള്ള് സൈലൻ്റ് വാലിനെക്കാട്ടും വലിയ കാടായിക്ക്. ഇതിപ്പോൾ എന്നാ ചെയ്യുക? ഇപ്പം കാട് വെട്ടിയായിരിക്കും. ഇപ്പം ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് വെട്ടിയിട്ടും കാര്യമില്ല. പിന്നെ ഇനി വരുമല്ലോ. പക്ഷേ ഇതിലൊരു പോകാൻ തന്നെ പേടിയാന്ന്. പാമ്പാറ്റ ഉണ്ടാവുമെന്ന് പഠിച്ചവനറിയാം. ഇവിടെ അങ്ങ് ഇൻ്റർലോക്ക് ഇട്ടാളാണോ? പിന്നെ പുല്ല് വരൂലോ. എന്തെങ്കിലും ഇതടിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും പുല്ല പെട്ടെന്ന് പുല്ല് വരും. മറ്റേ നല്ല സുഖമല്ലേ വള്ളിയൊക്കെ. എൻ്റെ ഇതൊക്കെ പോയി. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മറ്റേ ഇതിൻ്റെ എല്ലാം കോലായത് എല്ലാം വള്ളികൾ. ഈ വള്ളികളാണ് ഇവിടുത്തെ ശാപം. ഈ സാധനം ഇതെന്നാ അതിൻ്റെ പേര് എന്നറിയാം എനിക്ക്. ബാക്കിലോട്ടൊന്നും പോവാത്ത നല്ല ഫുള്ള് സീനാണ്. ഫുള്ള് അഴിച്ച് പണി നടത്തണത്. അപ്പോൾ ഇപ്പോൾ ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല. കാരണം ആക്കിയിട്ട് 10 ദിവസം കൊണ്ട് പിന്നെയും പുല്ലിങ്ങി വരും. പിന്നെ എന്തിനാ ഇതുകൊണ്ട് ഇനി ഒരു കാര്യമില്ല. കാർപ്പറ്റ് കംപ്ലീറ്റ് മാറ്റണം. ഇവിടെ കുറച്ച് പണിയുണ്ട് എന്തായാലും ചെയ്യാൻ. ഈ കാർപ്പറ്റ് മൊത്തം മാറ്റിയിട്ട് നല്ല ഗ്രൗട്ട് മിനുസാക്കണം. എന്തെല്ലാം ചെയ്യണം. പൈസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ച് പണി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതായി സീലിംഗ് ലൈറ്റൊക്കെ വെക്കണം. വയറിങ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നല്ലാണ്ട് വേറെ ഒരെട്ടിൻ്റെ പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് വന്നുപോയി. അപ്പോൾ ഇപ്പം അത് നന്നാക്കിയിട്ടും കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അന്ന് ഒരു ലോഡ് തിരുമ്പുവാനുണ്ട്. ഇതൊക്കെ തിരുമ്പുവാനില്ല. ഞാനിപ്പോൾ എറണാകുളത്ത് വന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ എല്ലാം ഉണ്ട്. താഴെ കൊണ്ടുപോയിട്ട് തിരുമ്പ അല്ലേ. തറവാട്ട് പോയിട്ട് തിരുമ്പട്ടെ. ഇവിടെ ആറിയിരുന്നൊരു ബക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ തിരുമ്പുവാനുള്ള സാധനം. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്ത് ഇവിടെ അടുത്ത് ലോണ്ട്രി ഉണ്ട്. അവിടെ കൊടുത്താൽ നല്ലോണം ഉണക്കി ഇസ്തിരി ഇട്ടിങ്ങി തരും. ഒന്നിനിപ്പോൾ എത്ര പൈസ ആയിരിക്കും അറിയില്ല. ചെറിയ പൈസ അവരോട് ഡിസ്കൗണ്ട് ചോദിക്കാം നമുക്ക്. അപ്പോൾ ഇതവിടെ കൊണ്ടു കൊടുക്കട്ടെ. കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് ഉണക്കിയെടുത്താൽ പിന്നെ പോകുന്ന വരെ അത് മതിയല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാന്. ഒന്ന് ചെന്ന് നോക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മളെ ലോണ്ട്രി. നമുക്ക് ഇവിടെ കൊടുക്കാം. ഡേവിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നാൽ മതിയോ നയിക്കുന്നത്? നാളെ ഇടുവാൻ ഡ്രസ്സില്ലാണ്ട് നിൽക്കുമോ? അല്ല, തൽക്കാലം വേറെ ഡ്രസ്സ് തന്നാലും മതി. അല്ല, ഒരാഴ്ച നാളെ ഇടുവാൻ ഡ്രസ്സില്ലേറ്റാ വണ്ടി തന്നെ ഇത് കൊണ്ടുവന്നു. ഇതാ അല്ല, ഉണങ്ങിക്കില്ല, പ്രശ്നമില്ല. വെയിൽ പ്രശ്നം. നിങ്ങൾ നലക്കി തന്നാ മതി. ഉണക്കലിന്റെ പൈസ നിങ്ങൾ കുറച്ചാണ്. എന്താ ഉണക്കുന്നതിന് പൈസ ഇല്ല. ആകെ ഇതേ ഉള്ളു. ഇതെല്ലാം വേഗം തിരുമ്പി കഴിയുക. എന്റെ അവസ്ഥ ഉണ്ട്. നിങ്ങള് പ്ലീസ് മനസ്സിലാക്കുക. ഒരു 4 ടീഷർട്ടേ ഉള്ളു. ഈ 50 ഇത് ചെറിയ. ഇത് അത്ര കനയില്ലാത്ത ഷർട്ടല്ലേ? ഇതിനോ? ഇത് 30 കൂട്ടിക്ക് ഷർട്ടിന്. നിങ്ങൾ എന്തിനാ ഇത്? വേറെ വാഷിംഗ് മെഷീൻ നന്നാക്കും. ഇത്ര പൈസ വേണ്ടാലോ അല്ലേ?
അത് അല്ല, അത് മടക്കി കൊണ്ടുവന്നു. അതുപോലെ നിങ്ങൾ മടക്കിയിട്ട് മിഷീനിലിട്ട് അങ്ങനെ മടക്കി തന്നാൽ മതി. അത് തിരുമ്പണം. അത് ഒരു പീസായിട്ട് കൂട്ടണ്ട, ഒരു മടക്കി. അല്ല ഇത് നിങ്ങൾ ഇരുമ്പിക്കില്ലേ? ഇല്ല. അത് കിട്ടില്ലായിക്ക്. ഇപ്പൊ മൊത്തത്തിൽ എത്രയാവും? ഒരു 200 ഉറപ്പിക്കാം അല്ലേ? സോപ്പ് പൊടി വേണോ? കൊണ്ടുത്തരാം. സോപ്പ് പൊടി വേണോ? നല്ല പാൻറ് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങൾ മിഷീനിലിട്ട് അലക്കിയിട്ട് ഒന്ന് ഉണക്കി തന്നാൽ മതി. തേക്കുവാനായില്ല വേണ്ട, അതിന്റെ പൈസ കുറച്ചായിരിക്കും. ഡെയിലി വേറെ ആയോണ്ടാ. ലോണ്ടറിക്കാരെ കൊണ്ട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പിച്ച് കിട്ടുക. എന്നാലും ഓലെ പിന്നെ ഒരാൾക്ക് അടുത്ത ജോലിക്കാരാണല്ലോ, ഓലിക്ക് അങ്ങനെ ഇതാക്കാനൊന്നും ആവില്ലല്ലോ. മാക്സിമം ഓല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നിക്കുമ്പോൾ ഡെയിലി വേറെ സാധനമാണ്. ഉണക്കലിയാമാണ് ഫാൻ്റെ ഒട്ടിലിട്ട് ഉണക്കാന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഓലിക്കൊരു റൂൾസ് ഉണ്ട്. നല്ല ഷോപ്പാണ് കേട്ടോ ലോണ്ടറി, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഷോപ്പാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി സാധനങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതപ്പ് കാര്യമൊക്കെ ഉണ്ട് ഈ ഏരിയയിലുള്ളവർക്കൊക്കെ, ഈ ഏരിയയിലുള്ളവർക്ക് അറിയായിരിക്കും. നരിക്കുനിയൊക്കെ ഉള്ളവരുണ്ട് ഇവിടെ വന്ന് കൊടുത്തേട്ടോ. നരിക്കുനി ലോണ്ടറി ഉണ്ടോ? അറിയൂല. ഇത് നമ്മളെ പിന്നെ മച്ചക്കുളം പാലത്തേക്ക് വന്ന റൂട്ടിലാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ്. ഇനി കുറച്ച് ഇന്നർ വേസ് ഐറ്റംസ് തിരുമ്പണം. ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട്, വീഡിയോ എടുക്കാനും കാര്യമെല്ലാം ഉണ്ട്. അപ്പോൾ വീടിപ്പം താറപ്പായ ഒന്ന് കെട്ടണം. ഇനിയിപ്പോൾ എന്നാ ചെയ്യാന്നാ. നമ്മൾ പുരയിലേക്ക് പോവാം. പോയിട്ട് കുളിച്ച് മാറ്റിയിട്ട് വേഗം പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ താറപ്പായി കെട്ടുകയാണ് കേട്ടോ. നല്ല സീൻ. അവിടെല്ലാം വെള്ളം കുടിച്ച് ചുമരും വരും. കുറേ ദിവസമായി തോന്നിയത്. അപ്പോൾ മൂപ്പരെ കൂട്ടിക്കൊണ്ടുവന്നേ. മൂപ്പര് മരത്തുമ്മൽ അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതാവില്ല. വലിയ പായമാണ്, പന്തൽ പായാണല്ലോ ഇത്. അതാ മരത്തുമെന്ന് വരുന്നല്ലേ ചണ്ടി? മരത്തുമെന്ന് വരുന്ന കുറച്ചേ ഉള്ളൂ അല്ലേ? ഓ, ഇപ്പം അടുത്ത് ക്ലീൻ ആക്കിയത് അതിനത്. അത് കെട്ടി അതിനോട് കെട്ടിയേ. ആ അത് 2 കൊല്ലായിട്ടുള്ള കെട്ടാ അതല്ല. അതിനുശേഷം ആ ആ അത് ആ കല്ലുമ്മ കെട്ടിയ ഞാനാ. അതെ, പായി പോയിക്കില്ല മൊത്തത്തില്. ആ ഇവിടെ ഒരു ഷീറ്റ് ഇടണം. എപ്പോഴാണാവോ അതൊക്കെ നടക്കുക. നല്ലൊരു ഷീറ്റ്, നല്ല നിലത്ത് നല്ല ഗ്രൗട്ട്, ഫ്രണ്ടിലൊക്കെ ഇൻ്റർലോക്ക്. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യും അതൊക്കെ. ഹെവി മഴയാട്ടോ ഇവിടെ. താറപ്പായി ഫുള്ള് കെട്ടി കഴിഞ്ഞില്ല. ഒരു സൈഡ് കൂടി ഉണ്ട്. പെട്ടെന്ന് മഴ പെയ്ത്. കൊടയാന്ന് താഴെയാണല്ലോ ഉള്ളത്. കേൾക്കുന്നില്ല. മൂപ്പർ മഴയത്തും കെട്ടുകയാണ് കേട്ടോ. ഓ, എന്തായാലും ഒരുപാട് സന്തോഷമായി. ഇപ്പം നല്ല ഹൈറ്റിലുള്ള ആദ്യത്തെ അവസ്ഥ എന്തായാലും ഇപ്പം നല്ല പൊന്തി വന്നിട്ട്. അപ്പോൾ ഗൈസ്, ആഹാ എന്ത് രസമാണല്ലേ കാണാൻ. കംപ്ലീറ്റ് താറപ്പായി വലിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. എനിക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇടയിനല്ലേ. ഇത് താറപ്പായി താണ് നിൽക്കുമ്പോഴുള്ള പോലെ ഇപ്പോൾ ഉള്ള പോലെ നല്ല വൃത്തിക്ക് കെട്ടിക്കും. ഉപ്പര് സ്ലോപ്പെല്ലാം ഇട്ട് കെട്ടിക്കും. അപ്പോൾ വെള്ളം ഇങ്ങനെ ഇലോടി ഇങ്ങനെ ഒഴുകി വരും. നമ്മളാദ്യം ഇതൊന്നും അറിയാണ്ട് എന്തോ ഒരു ഇതിലാക്കിയത്. എന്തായാലും അടിപൊളി സെറ്റാക്കി. എന്തൊക്കെയാണ് ഇന്ന് വേറൊരു ദിവസം കൂടി ആയി. നാട്ടിൽ വന്നിട്ടിപ്പോൾ 3-ാം തീയതി വന്നയാ. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 11-ാം തീയതിയാണ്. നാട്ടിലെ അങ്ങനെയൊക്കെ പോകണം. മിന്നുവിൻ്റെ അടുത്ത് പോകണം 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഓരോ ദിവസവും കുറച്ച് ഇങ്ങനെ എടുത്തതാ. ഇനിയിപ്പോൾ ലോണ്ടറിയിൽ അന്ന് കുറച്ച് ഡ്രസ്സ് കൊടുത്ത ഓർമ്മയില്ലേ ഞങ്ങൾക്ക്? പിറ്റേന്ന് തന്നെ വേണം, ഇടുവാനൊന്നും ഇല്ലേറ്റാന്ന് പറഞ്ഞ് കൊടുത്തേ. പക്ഷെ എനിക്ക് പോയി വാങ്ങാനുള്ള സമയം കിട്ടിയില്ല. സംഭവം ഡ്രസ്സ് ഒന്നും ഇല്ല, ഇട്ട് ഒപ്പിച്ചതാ. അപ്പോൾ ഇന്ന് ഓല വായിന്നുള്ളതും കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അന്ന് തന്നെ തിരുമ്പണം നല്ല മണ്ണ് തിരുമ്പിച്ചിട്ട് പോകാണ്ടെന്നാണല്ലോ.
അപ്പോൾ ഇന്ന് അടുത്തേക്കൊന്ന് ഡ്രസ്സ് വാങ്ങാൻ പോകാൻ കേട്ടോ. എന്നിട്ട് എനിക്ക് വയനാട്ടിലേക്ക് പോകാനുണ്ട് വീഡിയോ എടുക്കാൻ. എൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാ വന്ന്. എവിടെയാ ഞാൻ പോരേ നോണ്ടത്തരുന്നോ? റെഡിയല്ലേ? എണ്ണി നോക്കണ്ടാലോ? എനിക്ക് ഓർമ്മയില്ല. 2 വേണ്ടിയില്ലല്ലേ? പിന്നെ ഉടമസ്ഥൻ വരാത്ത ഏതെങ്കിലും നല്ല ഡ്രസ്സ് ഉണ്ടാവും വെച്ചോ, ഞാൻ തിരിച്ചു പോകുമ്പോൾ അങ്ങ് തരാം. ഇതൊന്നും മതിയാവൂല. വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, ഒരു വലിയ കറിയൊന്നും പറഞ്ഞില്ല. നല്ല അടിപൊളിയായിട്ട് ഇസ്തിരി ഇട്ട് നല്ല സെറ്റായി തന്നിട്ടാ ഞാനൊക്കെ ചെയ്ത് ഓക്കെയാണ്. എല്ലാം ഇതിലുണ്ടോ നല്ല എടുത്ത് നോക്കിയില്ല. ഇതൊക്കെ അങ്ങ് അരച്ചെത്തിക്ക്, എന്നാലും സാരമില്ല, പോന്നിട്ടോളം അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഒരു ലുങ്കിയുണ്ട്. ലുങ്കി ശരിക്കും കൊടുക്കേണ്ടി ഇല്ലേ? ഒരു ലുങ്കി ആന്തിനും വേദ അവിടുന്ന്. ഇത്രയും സാധനമാണ് കൊടുത്ത്. 1 2 3 4 6 6 എണ്ണം.